ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതിയും സച്ചിയും കൂടി സംസാരിക്കുന്ന സമയത്ത് തന്നെ സച്ചി ഒരു കാര്യം രേവതിയോട് വെളിപ്പെടുത്തി. രേവതി, നീ നാളെ ക്ഷേത്രത്തിലേക്കൊന്ന് ചെല്ലണം. അവിടെ ആ മാനേജറെ കണ്ട് CCTV ദൃശ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം. 5 ലക്ഷം രൂപ ശ്രുതിയും വിശ്വനാഥനും കൂടി കൈമാറുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ആ CCTVയിൽ പതിഞ്ഞു കാണും. അത് കിട്ടുകയാണെങ്കിൽ ആ വിശ്വനാഥനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാമെന്ന് സച്ചി പറഞ്ഞു. അതൊരു നല്ല കാര്യമായിട്ട് രേവതിക്കും തോന്നി. അങ്ങനെ അവർ ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. സച്ചി ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങാണ്. ആണോ, ആ ശരി അങ്കിൾ, നാളെ എത്താട്ടോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ആ ഒരു കോള് കട്ട് ചെയ്തു. എന്നിട്ട് രേവതിയോട് പറഞ്ഞു, അതെ, ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് എന്ന്. എന്താ സച്ചിയേട്ടാ എന്ന് അവൾ ചോദിച്ചപ്പോൾ 3 ദിവസത്തെ ഒരു പാക്കേജാണെന്ന് സച്ചി മറുപടി നൽകി. 3 ദിവസത്തെ പാക്കേജോ എന്ന് രേവതി അത്ഭുതപ്പെട്ടപ്പോൾ, അതെ, 2 പേര് വരുന്നുണ്ട്. അവരെ 3 ദിവസത്തേക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കാണിച്ചു കൊടുക്കണം. 3 ദിവസത്തെ ഓട്ടത്തിൻ്റെ കാര്യങ്ങൾ ഇനി പേടിക്കണ്ട എന്നും പറയാണ് സച്ചി. അതൊരു നല്ല കാര്യമല്ലേ സച്ചിയേട്ടാ, നമുക്ക് റൂം പണിയാനുള്ള പൈസയ്ക്ക് ഇതിലൂടെ ഉണ്ടാക്കാമല്ലോ എന്ന് രേവതിയും സന്തോഷത്തോടു കൂടി തന്നെ കൂട്ടിച്ചേർത്തു. സച്ചി പറയുന്നത്, അത് ശരിയാണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ ഓട്ടങ്ങളൊക്കെ കിട്ടിയാൽ മതി, നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഉണ്ടാക്കാം. സച്ചിയും നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ശ്രുതി മീരയെ കാണാൻ വേണ്ടി ചെല്ലാണ്. മീര അവളെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, ഈ ഈടായിട്ട് നിന്നെ കാണാനേ ഇല്ലല്ലോ എന്നൊക്കെ, എന്തു പറ്റിയെന്ന്. അതിന് ശ്രുതി മറുപടി നൽകി, ഒന്നും പറയണ്ട മീരെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? അല്ല, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ഒന്നും പറഞ്ഞില്ലല്ലോ, നീ ആകെ പ്രശ്നത്തിലാണോ എന്ന് വീണ്ടും മീര തിരക്കി. അതേ മീര, എങ്ങനെയെങ്കിലും ഈ ഊരാക്കുടുക്കിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ ഇനി 2-3 കാര്യങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ. ഞാൻ കുറേ ആലോചിച്ച് നോക്കിയിട്ട് ആകെ ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ എന്ന് ശ്രുതി പറഞ്ഞു. നീ കാര്യം എന്താണെന്ന് തെളിച്ച് പറയാതെ ഞാൻ എങ്ങനെ ഊഹിച്ചെടുക്കാനാണെന്ന് മീര തിരിച്ചു ചോദിച്ചു. അതെ, ആ വിശ്വനാഥനുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോകുമ്പോൾ അവൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആ ക്ഷേത്രത്തിലുണ്ടാവും. 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തത് അവിടെ വെച്ചാണല്ലോ. അപ്പോൾ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാരോട് പോയി ചോദിച്ചാൽ ചിലപ്പോൾ ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. എടി, അതിപ്പോൾ നമ്മൾ ചെന്ന് ചോദിച്ചാൽ അവർ തരുമോ എന്ന് മീര സംശയിച്ചു. അതെ, ചോദിക്കേണ്ടവർ ചോദിക്കേണ്ട പോലെ തന്നെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ കിട്ടിയെന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്കതൊരു വലിയ പ്രയോജനം തന്നെയായിരിക്കുമെന്ന് ശ്രുതി പറഞ്ഞു. നീ കാര്യം പറയാമെന്ന് മീര വീണ്ടും നിർബന്ധിച്ചു. ആ വീഡിയോ കിട്ടുകയാണെങ്കിൽ വിശ്വനാഥനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടും. പിന്നെ വിശ്വനാഥനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് മീര ചോദിച്ചപ്പോൾ, നമുക്ക് ആൻ്റണിയെ ആ കാര്യം ഏൽപ്പിക്കാമെന്ന് ശ്രുതി മറുപടി പറഞ്ഞു. ആൻ്റണിയെയോ എന്ന് മീര ഞെട്ടലോടുകൂടെ ചോദിക്കുമ്പോൾ, അതെ, ഞാൻ നോക്കിയിട്ട് അതൊരു മാർഗമാണ്. വീഡിയോ എടുക്കുന്നത് മുതലുള്ള കാര്യങ്ങളൊക്കെ ആൻ്റണിയെ ഏൽപ്പിക്കാം. ആൻ്റണി എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ഉപകാരം ചെയ്തു തരാതിരിക്കില്ല എന്ന് ശ്രുതി ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ മീരക്ക് അതത്രങ്ങ് പിടിച്ചില്ല. അവൻ്റെ കഷ്ടതയിൽ പോയി തല വെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ എന്ന് മീര ചോദിച്ചു. അതൊന്നും സാരമില്ല മീര, നമുക്ക് നോക്കാം. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇത്തവണ എന്തായാലും ആ വിശ്വനാഥനെ കൊടുക്കാൻ നമുക്ക് സാധിക്കും. ആൻ്റണിയോട് പറയുകയാണെങ്കിൽ അവൻ അവരെ പൊക്കിക്കോളുമെന്നൊക്കെ പറയും. മീര വീണ്ടും ചോദിച്ചു, പക്ഷേ ആ 30 ലക്ഷം രൂപ തിരിച്ചു കിട്ടുമോ എന്ന്. കിട്ടണം മീര, സച്ചിയും രേവതിയും അവനെ കണ്ടെത്താൻ നടക്കുന്നുണ്ട്. പക്ഷേ അവർ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ പണം എൻ്റെ കയ്യിലേക്ക് വരില്ല. ആ പണം മിക്കവാറും അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ പോകത്തുള്ളൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ആൻ്റണി ഈ കാര്യത്തിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അവൻ നല്ല രീതിയിൽ തന്നെ എല്ലാം നടത്തി തരും. പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ടതില്ലല്ലോ. അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ മതിയെന്ന് ശ്രുതി പറഞ്ഞു. അത് ശരിയാണ് എന്ന് മീരയും സമ്മതിച്ചു. സാരമില്ല, നമുക്ക് അയാളെന്ന് പോയി കാണാമെന്ന് പറഞ്ഞ് ശ്രുതി മീരയും കൂട്ടിക്കൊണ്ട് ആൻ്റണിയെ കാണാൻ പോവാണ്. ആ സമയത്തിന് ശരത്തു രേവതിയും സച്ചിയുടെ കൂടെ സംസാരിക്കുമായിരുന്നു. സച്ചി ശരത്തിനോട് ചോദിച്ചു, എടാ, അന്ന് ഓഫീസിലേക്ക് വന്ന് ശ്രുതി തന്നെയാണെന്ന് നിനക്ക് നല്ല ഉറപ്പുണ്ടല്ലോ അല്ലേ എന്ന്. സച്ചിയേട്ടാ, ഞാൻ എന്തിനാ വെറുതെ കള്ളം പറയുന്നത്? ഞാൻ അവരെ കണ്ടതാണ്. അവർ വന്നപ്പോൾ ഞാൻ അവിടെ നിന്നും മാറിയതാണെന്നും ശരത്ത് തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട് സച്ചിന്ന് ആലോചിച്ചു നിന്നു. എന്നാലും എന്തിനായിരിക്കും അവൾ അവിടെ വന്ന് പണം വാങ്ങിച്ചത്? അവൾ വലിയ കോടീശ്വരിയല്ലേ, എന്നിട്ടും പണത്തിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് നിൽക്കേണ്ട കാര്യമുണ്ടോ? ശരത്ത് പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല സച്ചിയേട്ടാ. കോടീശ്വരി ആണെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ ഒരു പണം മേടിക്കാൻ വേണ്ടിയിട്ട് പോവില്ലല്ലോ. ഇതിൽ വേറെ എന്തൊക്കെയോ ട്വിസ്റ്റുകളുണ്ട്. ആൻ്റണിയും അവളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, ഒരു കണക്ഷൻ. അതെന്താണെന്ന് മാത്രം എനിക്കറിയില്ല. രേവതി പറയുന്നത്, ആ കണക്ഷൻ എന്താണെന്ന് നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. ആൻ്റണിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ശ്രുതി ഒന്ന് ഞെട്ടിയിരുന്നു. അതിനെന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കില്ല. ആ കാരണം നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ. സച്ചി പറഞ്ഞു, അതെ, അധിക കാലമൊന്നും ഇങ്ങനെ ഒളിച്ചുകളി നടത്താനൊന്നും സമ്മതിക്കില്ല. ഒരിക്കൽ പിടിക്കപ്പെടുന്ന ഒരു ദിവസം വരും. ശരത്ത് സച്ചിയെ ആശ്വസിപ്പിച്ചു. സച്ചിയേട്ടൻ ആ ഒരു കാര്യമോർത്ത് വിഷമിക്കേണ്ട. അധികം വൈകാതെ തന്നെ അവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുമെന്നൊക്കെ പറയും.
ഈ സമയം തന്നെ ശ്രുതിയും മീരയും ആന്റണിയെ വിളിച്ച് പുറത്ത് കാത്തു നിൽക്കാണ്. മീര ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നീ എന്തിനാ അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ന്. അവൻ്റെ ഓഫീസിൽ ചെന്നാൽ പോരായിരുന്നോ, അവിടെ വെച്ച് കാണാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എടി മന്ദബുദ്ധി, അങ്ങനെ ചെന്നാൽ അവിടെ ആരെങ്കിലും കണ്ട പണി പാടില്ലേ എന്ന് ശ്രുതി ദേഷ്യപ്പെട്ട് ചോദിച്ചു. ഇതിനു മുൻപ് ഞാൻ അവൻ്റെ ഓഫീസിലേക്ക് ചെന്നപ്പോഴൊക്കെ പ്രശ്നങ്ങളല്ലേ ഉണ്ടായത്. ആ ശരത്ത് എന്നെ കണ്ട് രേവതിയോട് പറഞ്ഞു കൊടുത്തത് കാരണമാണല്ലോ എല്ലാം അവതാളത്തിലായത്. ഇനിയും പോയി തല വെച്ച് കൊടുക്കാനൊന്നും എനിക്ക് വയ്യ എന്ന് തന്നെ അവൾ പറഞ്ഞു. മീര അത് ശരിയാണെന്ന് സമ്മതിച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആന്റണി അങ്ങോട്ടേക്ക് ബൈക്കിൽ വന്നു. എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ന് ആന്റണി ചോദിക്കാണ്. ശ്രുതി പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. കാര്യം പറയുന്നതിന് മുൻപേ തന്നെ ഞാനൊരു കാര്യം പറയാം. ശരത്തിൻ്റെ ആ വീഡിയോ പ്രചരിപ്പിച്ചത് ആന്റണി ആണെന്ന് സച്ചിക്കും രേവതിക്കും നല്ല സംശയമുണ്ട്. ആന്റണി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അത് കേട്ടപ്പോൾ ആന്റണി പുച്ഛിച്ച് തള്ളി. അയാൾ അറിഞ്ഞ എനിക്കെന്താ, പേടിച്ചോടാനൊന്നും ഈ ആന്റണിയെ കിട്ടില്ല എന്ന് തന്നെ അവൻ പറഞ്ഞു. ആ ശരി, ആയിക്കോട്ടെ, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ല ശ്രുതി, വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലല്ലോ എന്ന് ആന്റണി തിരക്കി. അന്നേരം ശ്രുതി കാര്യം പറഞ്ഞു. ഞാനും എൻ്റെ ഭർത്താവും ചേർന്ന് ഒരു വീട് വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ട് 30 ലക്ഷം രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തി. പക്ഷേ അയാളൊരു വലിയ ഫ്രോഡായിരുന്നു. അത് അയാളുടെ വീടൊന്നും ആയിരുന്നില്ല. നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചതിന് ശേഷം ശ്രുതി പറഞ്ഞു, എങ്ങനെയെങ്കിലും ആ 30 ലക്ഷം രൂപ ഞങ്ങൾക്ക് തിരികെ വാങ്ങിച്ചു തരണം. ആ പണം കിട്ടിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന് പറയും. ആന്റണി പറയുന്നത്, അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷേ ഇതുകൊണ്ട് എനിക്കെന്താ ലാഭം? എനിക്കെന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്ന് അവൻ ചോദിച്ചു. അതറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നീക്കാൻ എന്ന് പറയുന്ന സമയത്തിന് ശ്രുതി പറയണേ, ആന്റണി പറയുന്ന പൈസ ഞാൻ തരാം. 60,000 രൂപ വേണമെന്ന് ആന്റണി ആവശ്യപ്പെട്ടു. അതല്പം കൂടുതലല്ലേ എന്ന് ശ്രുതി ചോദിച്ചുവെങ്കിലും കാര്യം നടക്കാൻ അത് സമ്മതിക്കേണ്ടി വന്നു. മീര അപ്പോൾ ചോദിക്കുന്നത്, അല്ല ആ പഴയ ഒരാളുണ്ടായിരുന്നില്ലേ, ആ ഒരു നവീൻ, അവൻ്റെ കാര്യം എന്തായി? അവനെ കൊന്നുകളഞ്ഞോ അതോ അവൻ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കും. ആന്റണി പറയുന്നുണ്ട്, അവൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഞാൻ വാക്ക് തന്നതല്ലേ, അവൻ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാനൊന്നും പോകുന്നില്ല എന്ന് പറയും. അവൻ പോയ വഴി പോയി എന്ന് ആന്റണി ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതിക്കും മീരക്കും വലിയൊരു ആശ്വാസം തന്നെ തോന്നി. ഈ സമയത്തിന് സച്ചി തൻ്റെ ഓട്ടത്തിൻ്റെ ഭാഗമായി വന്ന ഗസ്റ്റുകളെ കൊണ്ട് യാത്ര ചെയ്യുന്ന തിരക്കിലാണ്. പ്രായമായ ഒരു അച്ഛനും അമ്മയും കൂടിയാണ് ഉള്ളത്. സച്ചി അവരെ പരിചയപ്പെടുകയാണ്. വീട് എവിടെയാണ് എന്നൊക്കെ സച്ചി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കുറേ വർഷങ്ങളായി ഇവിടെയില്ല. തൻ്റെ കുഞ്ഞുനാളിൽ തന്നെ മലേഷ്യയിലേക്ക് പോയതാണെന്നും ആ അച്ഛൻ പറഞ്ഞു. പിന്നെ അവിടെയായിരുന്നു ജീവിതം. കൂടെയുള്ളത് തൻ്റെ ഭാര്യയാണെന്നും അവളും ചെറുപ്പത്തിലെ മലേഷ്യയിലേക്ക് വന്നതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. സച്ചി പറയുന്നുണ്ട്, ഓ അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് വരാറുണ്ട് എന്നും ഇത്തവണ നോർത്ത് ഇന്ത്യ മുഴുവൻ ഒന്ന് കറങ്ങിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നും അവർ പറഞ്ഞു. ഇവിടെ കുറേ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം എന്ന ആഗ്രഹം അവർ സച്ചിയെ അറിയിച്ചു. സച്ചി പറയുന്നത്, ഇവിടെ കുറേ നല്ല ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ അവിടെയെല്ലാം തന്നെ നിങ്ങളെ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറയും. അത് കേട്ടപ്പോൾ അയാളുടെ ഭാര്യ പറയുന്നുണ്ട്, അതുമാത്രമല്ല സച്ചി, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ 60-ാം പിറന്നാളാണിന്ന്. 60-ാം പിറന്നാളോ എന്ന് സച്ചി ആവേശത്തോട് ചോദിച്ചു. എങ്കിൽ പിന്നെ ഇന്നൊന്ന് അടിച്ചു പൊളിക്കണമല്ലോ എന്ന് പറയാണ് സച്ചി. അപ്പോൾ ആ അച്ഛൻ ചോദിച്ചു, സച്ചി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ക്ഷേത്രമുണ്ടോ എന്ന്. ക്ഷേത്രമുണ്ടെങ്കിൽ ചില പൂജകളൊക്കെ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. സച്ചി പറയുന്നുണ്ട്, നല്ലൊരു ക്ഷേത്രമുണ്ട്. എൻ്റെ ഭാര്യ രേവതി അവിടെ പൂക്കട നടത്തുന്നുണ്ട്. സച്ചി ഉടനെ തന്നെ രേവതിയെ വിളിച്ചു. നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ താൻ അമ്മയുടെ പൂക്കടയിലാണെന്ന് അവൾ പറഞ്ഞു. എങ്കിൽ നീ തിരുമേനിയെ കണ്ട് ഞാൻ പറയുന്ന പൂജയൊന്ന് ഏൽപ്പിക്കണം. നമ്മുടെ ഗസ്റ്റിന് വേണ്ടിയിട്ടാണെന്ന് സച്ചി പറഞ്ഞ് കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു. ശരി സച്ചിയേട്ടാ എന്ന് രേവതി മറുപടി നൽകി. കോള് കട്ട് ചെയ്ത രേവതി ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇപ്പോൾ വരാം, പൂജ ഏൽപ്പിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ നേരെ ക്ഷേത്രത്തിലേക്ക് നടന്നു. സച്ചിക്ക് അവരെ കൊണ്ടുപോകാൻ വലിയ സന്തോഷമായിരുന്നു. കാരണം അവർ രണ്ടുപേരും എന്തിനും ഏതിനും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്ന സ്വഭാവക്കാരായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരത്ത് പൂക്കടയിലേക്ക് വന്നു. ലക്ഷ്മിയമ്മ ചോദിക്കുന്നത്, നീ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയതാണോ എന്ന്. സമയം വൈകിയല്ലോ, നീ വേഗം പോയിക്കോ എന്ന് രേവതിയും പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആന്റണിയും സംഘവും അങ്ങോട്ടേക്ക് വരുന്നത്. ലക്ഷ്മിയമ്മ ഭയത്തോടെ പറഞ്ഞു, ഇവരിനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വന്നതാണോ എന്ന്. ദൈവമേ, ഓരോ പ്രശ്നം മാറി വരുമ്പോഴേക്കും അടുത്തത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അവരും വേവലാതിപ്പെട്ടു. ആന്റണി ബൈക്ക് നിർത്തി നേരെ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയി. അവൻ എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്ന് ലക്ഷ്മിയമ്മ അത്ഭുതപ്പെട്ടു. ഇനി ക്ഷേത്രത്തിനകത്ത് വല്ല കൊട്ടേഷനും ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് രേവതിയും പേടിച്ചു. ശരത്തിനാകെ ടെൻഷനായി. രേവതി ചേച്ചി ക്ഷേത്രത്തിനകത്തല്ലേ എന്ന് അവൻ ചോദിച്ചു. അവൾ ക്ഷേത്രത്തിനകത്തുണ്ട് എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഇനി ചേച്ചിയുടെ അടുത്തേക്കാണോ അവൻ പോയത് എന്ന് പേടിച്ച് ശരത്ത് വേഗം അകത്തേക്ക് പോകാൻ ഒരുങ്ങി. പക്ഷേ ലക്ഷ്മിയമ്മ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തടഞ്ഞു. വേണ്ട ശരത്തെ, നീ ഇപ്പം അങ്ങോട്ടേക്ക് ചെല്ലരുത്, അതൊരിക്കലും ശരിയാവില്ല എന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. അവൾക്കൊന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കുകയെന്ന് അമ്മ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. പക്ഷേ ശരത്തിന് പേടി മാറുന്നുണ്ടായിരുന്നില്ല. രേവതി ക്ഷേത്രത്തിരുമേനിയോട് പൂജാകാര്യം സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് പുറകിൽ ഒരു നിഴൽ അനങ്ങുന്നത്.
അവൾ അത് ശ്രദ്ധിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ആന്റണി. അവൻ്റെ ആ ഒരു ചിരി കണ്ടപ്പോഴേ രേവതിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. എന്താ രേവതി, സുഖമല്ലേ? സച്ചി എവിടെ? ഓട്ടത്തിലാണോ? ആന്റണി ഒരു തരം പുച്ഛത്തോടുകൂടി ചോദിച്ചു. രേവതി ധൈര്യം സംഭരിപ്പിച്ചുകൊണ്ട് തന്നെ മറുപടി നൽകി. നിനക്കിവിടെ എന്താ കാര്യം ആന്റണി? ഇത് പുണ്യസ്ഥലമാണ്. നിന്റെ ഗുണ്ടായസൊന്നും ഇവിടെ വേണ്ട. ആന്റണി പൊട്ടിച്ചിരിച്ചു. ഞാൻ ഇവിടെ ഗുണ്ടായസത്തിന് വന്നതല്ല മോളെ, നിനക്കൊരു ഓഫർ തരാൻ വേണ്ടി വന്നതാണ്. ആ വിശ്വനാഥനെ നീയും സച്ചിയും കൂടി അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ കിട്ടണമെങ്കിൽ എൻ്റെ സഹായം വേണ്ടി വരും. പക്ഷേ അതിന് നീ ഒരു കാര്യം ചെയ്യണം. ശ്രുതിയുടെ ആ ഒരു വീഡിയോ തിരയുന്നുണ്ടല്ലോ, അതങ്ങ് മറന്നേക്കണമെന്ന് പറയും. രേവതി അങ്ങ് ഞെട്ടിപ്പോയി. ശ്രുതിയും ആന്റണിയും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് താൻ വിചാരിക്കുന്നതിലും അത്രയും വലുതാണ് എന്ന കാര്യം അവൾക്ക് അതോടുകൂടെ തന്നെ മനസ്സിലായി. അപ്പോൾ ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ഇറങ്ങിയിരിക്കുവാണല്ലേ? പക്ഷേ സത്യം ഒരിക്കൽ പുറത്തു വരും ആന്റണി, രേവതി കടുപ്പിച്ചു പറഞ്ഞു. ആന്റണി അവിടെ അടുത്തേക്കൊന്ന് നീങ്ങി നിന്നു. സത്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ അനിയൻ ശരത്തിൻ്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവന് കോളേജിൽ സമാധാനമായി പോകുന്നുണ്ടെങ്കിൽ നീ കുറച്ച് അടങ്ങി ഒതുങ്ങി നിൽക്ക്, അതായിരിക്കും നിനക്ക് നല്ലത്. ആ ഭീഷണി കേട്ടപ്പോൾ രേവതിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ആ സമയത്താണ് പുറത്ത് സച്ചിയുടെ വണ്ടി വന്ന് നിൽക്കുന്ന ആ ഒരു ശബ്ദം കേട്ടത്. സച്ചി ഗസ്റ്റുകളെയും കൂട്ടി ക്ഷേത്രമുറ്റത്തേക്ക് എത്തിയിരുന്നു. ആന്റണിയുടെ ബൈക്ക് അവിടെ കണ്ടപ്പോൾ സച്ചിയുടെ മുഖം അങ്ങ് ചുവന്നു. അവൻ വേഗം അകത്തേക്ക് കയറാൻ നോക്കിയെങ്കിലും കൂടെയുള്ള ആ മലേഷ്യക്കാർ ദമ്പതികൾ അവന് തടഞ്ഞു. സച്ചി, എന്തു പറ്റി? മുഖം ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. ആ അച്ഛൻ ചോദിച്ചപ്പോൾ സച്ചി ഒന്നും പറയാനാവാതെ നിന്നു. പക്ഷേ ക്ഷേത്രത്തിനകത്ത് നിന്ന് രേവതിയും ആന്റണിയും കൂടെ പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ സച്ചിക്ക് അത് നിയന്ത്രിക്കാനായില്ല. ആന്റണി സച്ചിയെ നോക്കിയിട്ടൊന്ന് കണ്ണ് ചിമ്മി കാണിച്ച് തൻ്റെ ബൈക്കിൽ അങ്ങ് പറന്നുപോയി. രേവതിയുടെ മുഖത്തെ വിളർച്ച കണ്ടപ്പോൾ തന്നെ സച്ചിക്ക് കാര്യം ഏകദേശം പിടികിട്ടി. അവൻ എന്തിനാ വന്നത് രേവതി? സച്ചി തിരക്കി. രേവതി ഒന്നും മിണ്ടാതെ സച്ചിയുടെ കൈ പിടിച്ചു. ഈ പോരാട്ടം അത്ര എളുപ്പമാകില്ല എന്നും ആന്റണിയും ശ്രുതിയും കൂടെ തങ്ങളെ ഒരു വലിയ ചതിക്കുഴിയിലേക്കാണ് കൊണ്ടുപോയത് എന്നും ആ നിമിഷം അവർക്ക് രണ്ടുപേർക്കും ബോധ്യമായി. എങ്കിലും പ്രായമായ ദമ്പതികളുടെ പിറന്നാളാഘോഷം മുടക്കാതിരിക്കാൻ വേണ്ടി അവർ ആ ഒരു സങ്കടമെല്ലാം തന്നെ ഉള്ളിലൊതുക്കി ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ഒരു വലിയ കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു ആ ഒരു ക്ഷേത്രമുറ്റത്ത് അപ്പോൾ ഉണ്ടായിരുന്നത്. ചെമ്പനീർ പൂവ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.